ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 70 റിവ്യൂ ആണ്. പകൽ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സംഗതികൾ അധികം ഒന്നും പറയാനില്ല. വീക്കെൻഡ് എപ്പിസോഡുകളെ പോലും സൈഡാക്കി ലാലേട്ടനെ പോലും വീട്ടിലിരുത്തിയ ഫാമിലി വീക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി വീക്ക് എന്തുകൊണ്ടാണ് 2 ദിവസം എക്സ്ട്രാ ആവുന്നത്? അത്രയധികം കണ്ടസ്റ്റൻസ് അകത്തുള്ളത് കൊണ്ടാണ്. ഇത്രയധികം കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഇത്ര നേരത്തെ ഫാമിലി വീക്കും സെറ്റ് ചെയ്ത് എന്താണ് ബിഗ് ബോസ് സീസൺ 6ന്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എൻഡമോൾ ഷൈൻ വിളിച്ച് പറഞ്ഞു പോലും ലാലേട്ട നാളെ വരേണ്ട ആവശ്യമില്ല, നിങ്ങളെക്കാളും കൂടുതൽ വ്യൂവർഷിപ്പ് നൽകാനായിട്ട് ശേഷിയുള്ള ജാഫർ കാക്ക ഫ്രം പുനലൂർ നാളെ എത്തുന്നുണ്ട് എന്ന്. എന്തൊക്കെയാണ് ജാഫർ കാക്ക നാളെ ഹൗസിൽ വന്നിട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ബിഗ് ബോസിന് പോലും അറിയാത്ത കുറേയധികം കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പടച്ചു വിടുന്നുണ്ട്. 2 ഓപ്ഷൻസ് ആണ് ഇന്ന് മുന്നിലുള്ളത്. എപ്പിസോഡ് റിവ്യൂ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ജാഫർ കാക്ക നാളെ വരുന്ന സമയത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ജൽപ്പനങ്ങൾ അടിച്ചു വിടുക. ഏതായാലും നമ്മുടെ നിലവാരം അത്തരത്തിലല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പിസോഡ് 70ന്റെ റിവ്യൂയിലേക്ക് പോവുകയാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്ന പാട്ട് ഇട്ടായിരുന്നു ഇന്നത്തെ ഡേ ആരംഭിച്ചത്. ചാലക്കുടി, ചന്ത, മീൻ വിൽപ്പന എന്നീ കാര്യങ്ങൾ കേട്ട സമയത്ത് ജാസ്മിൻ അത്ത വരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ജാസ്മിൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് മീൻകാരൻ ജാഫറിന്റെ മോൾ എന്ന് ആൾക്കാർ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അഭിമാനത്തോടെയാണ് പറയുന്നത്. അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും അത് ഡ്രാമയാണ് എന്നുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ പല പിള്ളേരുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും ജോലിയൊക്കെ പറയാനായിട്ട് വലിയ നാണക്കേടാണ്. ഞാനൊരു ആട്ടോക്കാരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ പ്രസിദ്ധി ആർജിച്ച വ്യക്തിയായിരുന്നു ബാല്യകാലത്തിൽ. അതേപോലെ തന്നെ എൻ്റെ അപ്പൻ്റെ വിറ്റുകളൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എനിക്ക് നല്ല പ്രശസ്തി ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടൊക്കെ വരുന്ന സമയത്ത് അതിനോടൊക്കെ റെസ്പെക്റ്റ് പുലർത്തി അതൊക്കെ പറയാമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ജാസ്മിൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ എടുത്തു പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. സാധാരണ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ അതൊക്കെ ഓർക്കണം. അതിനുശേഷം സിജോ, നോറ, അഭിഷേക് എന്നിവരുടെ അച്ഛന്മാർ ഹൗസിലേക്ക് കടന്നു വരികയാണ്. ഡാഡി മൈ ഡാഡി എന്നുള്ള സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ കടന്നു വരുന്നത്. ആദ്യം കാണിക്കുന്നത് അഭിഷേകിന്റെ അച്ഛനെയാണ്. അഭിഷേകിനെ പോലെ തന്നെ വളരെ സുന്ദരനായിട്ടുള്ള ഒരു അച്ഛനാണ് അഭിഷേകിന്റെ അച്ഛൻ. ഭയങ്കര കൂളായിട്ടുള്ള ഒരു മച്ചാനാണ്. അഭിഷേകിന് എല്ലാ സപ്പോർട്ടൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ കുറിച്ച് പുള്ളിയുടേതായിട്ടുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല. മകൻ എന്താണോ സന്തോഷം അതനുസരിച്ചിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാളാണ് അഭിഷേകിന്റെ അച്ഛൻ. സിജോയുടെ അച്ഛനെ കുറിച്ചിട്ട് സിജോ തന്ന ഒരു പിക്ചർ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ സിജോയുടെ അച്ഛന് മകൻ ഒരു ടീച്ചറായിട്ട് കാണണം എന്നുള്ളതാണ് ആഗ്രഹം. സാറുമാർക്കൊക്കെ കിട്ടുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ. നോറയുടെ അച്ഛന് നോറ ഒരു IAS കാരി ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നോറ അങ്ങനെ IAS കാരി ആവാം എന്നുള്ള വാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ആഗ്രഹമാണ് എന്നുള്ളതാണ് നോറ പറയുന്നത്. അപ്പോൾ അവർ ഹൗസിലേക്ക് വരികയാണ്. ഇവരെല്ലാം വളരെ നൈസായിട്ട് കണ്ടസ്റ്റൻസിനോട് ഇടപെടുന്നുണ്ട്. അഭിഷേകിൻ്റെ അച്ഛൻ വന്ന സമയത്ത് തന്നെ അഭിഷേകിനോട് ചോദിച്ചത് നീ ഇവിടെ അല്ലടാ എപ്പോഴും ഇരിക്കുന്നത്, അങ്ങനെ ഇരിക്കല്ലേ, എല്ലായിടത്തും ഇറങ്ങി നടക്കണം. അദ്ദേഹം വെളുപ്പിന് 4 മണി വരെ ലൈവ് കാണാറുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ അഭിഷേകിൻ്റെ അനിയത്തിയും പിന്നീട് ഹൗസിലേക്ക് വരികയുണ്ടായിരുന്നു. ഒരു മിടുക്കി കുട്ടിയാണ് അനിയത്തി. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം സ്മാർട്ടാണ്. എല്ലാ കാര്യങ്ങളും വളരെ ജെന്യുവിനായിട്ട് പറയുന്നുണ്ട്. ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. ഈ പപ്പമാരൊക്കെ വരുന്ന സമയത്ത് ജാസ്മിൻ വിഷമിച്ചിരിക്കുകയാണ്. രാവിലെ പാട്ടിട്ട് കൊടുത്തത് വേറെയാണ്, എന്നാൽ വന്ന സമയത്ത് തൻ്റെ വീട്ടുകാരെ കണ്ടില്ല. ജാസ്മിൻ വിഷമിച്ചിരിക്കുകയാണ്. വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ബലഹീനതയാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ചില ആളുകൾ പറയും അത് ഡ്രാമയാണെന്ന്. പക്ഷെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം നോറയുടെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജാസ്മിൻ പറയുന്നുണ്ട് വീട്ടുകാർ വരുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പല തരത്തിലുള്ള മാനസിക വിചാരങ്ങളല്ലേ ഇവർ വരുന്നത് വരെ. എന്താണ് പുറത്തെ അവസ്ഥ, നെഗറ്റീവാണോ, ഇനി എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. ഇന്നലെ അപ്സര ആൽബി വൈകിയ സമയത്ത് പറഞ്ഞ എന്താണ്, 4 ആഴ്ചയായിട്ട് എനിക്ക് ഡ്രസ്സ് അയക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്നോട് പറ. അപ്പം ഇങ്ങനെയുള്ള പല നെഗറ്റീവ് വിചാരങ്ങളും ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നുക സ്വാഭാവികമാണ്. അമ്മ വരുന്ന സമയത്ത് തന്നെ സിജോയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ്. അത് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്ത് അത്രയധികം പരിക്ക് പറ്റിയിട്ട് മകനെ നേരിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പം ഇതൊക്കെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അമ്മ. എത്ര ചാനലുകൾ, നമ്മളടക്കമുള്ള ആൾക്കാരെല്ലാം ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടിച്ചു, മോന്ത പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പനിയിലൊക്കെ ഇട്ടിട്ടാണ് വീഡിയോസ് വരുന്നത്. നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരു അമ്മയെ സംബന്ധിച്ച് അതെല്ലാം അവർ വിശ്വസിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള തമ്പനിയിലിട്ടിട്ട് വീഡിയോ ചെയ്ത മഹാന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലും ഈ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വേദന ഓർക്കുന്നുണ്ടോ? അപ്പോൾ അമ്മ അതിൽ നിന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സിജോ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അഭിഷേകിൻ്റെ അച്ഛനും അനിയത്തിയും കൂടെ അഭിഷേകിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. അഭിഷേകിൻ്റെ അനിയത്തിക്ക് അറിയാം അഭിഷേകിൻ്റെ ഗെയിം അത്ര നൈസൊന്നും അല്ല എന്നുള്ളത്. എന്നാലും അഭിഷേക് ഇവിടെ വന്നിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയത് കൊണ്ട് അവർക്ക് ഇഷ്ടമാണ് അഭിഷേകിനെ.
അച്ഛൻ കുറച്ചും കൂടെ ലൈവ് ആവാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഇടപെടണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛനത് 24/7 കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അച്ഛന് മകൻ അങ്ങനെ എല്ലാത്തിലും ഇടപെടണം, ബാക്കിയുള്ള ആളുകളെ പോലെ പെർഫോം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതേപോലെ തന്നെ അനിയത്തിയും പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ആകുലത, അവർ ഒത്തിരിയധികം വസ്ത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു, പക്ഷേ അഭിഷേക് അതൊന്നും ഇടുന്നില്ല. 1-2 ഡ്രസ്സാണ് അഭിഷേക് എപ്പോഴും ഇടുന്നത്, നമ്മളും കാണുന്നതാണ്. അഭിഷേക് പറയുമ്പോൾ അഭിഷേകിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അഭിഷേക് പറയുന്നത് ഞാനിങ്ങനെയുള്ള ചെറിയ വള്ളിയൊന്നും പിടിക്കത്തില്ല, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അഭിഷേകിൻ്റെ അനിയത്തി ഓൾറെഡി ഒരു ടാസ്കിൽ പറഞ്ഞിരുന്നു, അഭിഷേക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയല്ല. നോറയും സിജോയും അവരുടെ ഗെയിം വീട്ടുകാരുടെ മുൻപിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എനിക്ക് സിമ്പിളായിട്ട് മനസ്സിലായത്, അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇറേഴ്സ് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗെയിമിലേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നോറ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ആദ്യ ഘട്ടങ്ങളിൽ വളരെയധികം ഇമേജ് കോൺഷ്യസ് ആയിരുന്നു, നിങ്ങൾ അത്രയധികം താല്പര്യമില്ലാതെ എന്നെ ഇങ്ങടേക്ക് വിട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പം നോറയുടെ അത്തായും ഉമ്മയൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ കരച്ചിൽ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്, നിൻ്റെ കരച്ചിലൊന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പം നോറ പറഞ്ഞു, ഞാനിപ്പോൾ കരയത്തില്ല, ഇനി കരയത്തില്ല എന്നൊക്കെ. എന്നിട്ട് അവസാനം നോറ കരയുകയാണ്. ആ കരഞ്ഞതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് വരാം. പേരൻസ് എല്ലാവരും വരുന്ന സമയത്തും മക്കളെക്കാളും കൂടുതൽ സന്തോഷവും ഉത്സാഹവും അപ്സരയ്ക്കാണ്. അപ്സര പറന്നാണ് നടക്കുന്നത്. എന്തൊരു ഉത്സാഹമാണ്, എല്ലാ ആൾക്കാരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ ഭക്ഷണം എടുക്കാൻ വേണ്ടി ഓടുന്നു. എനിക്ക് തോന്നുന്നു അപ്സര ഇന്നലെ വീട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിനുശേഷം മനോഹരമായിട്ടുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ടാസ്ക്കാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ ശരിക്കും ആരാണെന്നുള്ളത്. അഭിഷേക് ആരാണ്, സിജോ ആരാണ്, നോറ ആരാണ്. അപ്പോൾ ഇവർ വളരെ ഹെയർ ടച്ചിങ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അഭിഷേകിനെ കുറിച്ചിട്ട് അച്ഛൻ പറയുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഭയങ്കര, അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാ അച്ഛനും അമ്മയും സ്കൂളിൻ്റെ വാതൊക്കെ കൊണ്ടുപോയി മക്കളെ ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ച അഭിഷേകിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് സ്കൂൾ ബസ്സിൽ അകത്തേക്ക് ക്യാമ്പസിലേക്ക് വിടുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്? ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ഇവരിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. നിങ്ങളൊക്കെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറന്നിട്ട് കൂട്ടിയേരും. അഭിഷേക് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അഭിഷേകിനെ പിന്നീട് കെയർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാം ഒന്നും പഠിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിജോയെ കുറിച്ചിട്ട് അച്ഛനും അമ്മയും പറയുന്നത്, സിജോ മിടുക്കനായിട്ടുള്ള ഒരാളാണ്, സിജോ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചത്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സിജോ വർക്ക് ചെയ്തുണ്ടാക്കാറുണ്ടായിരുന്നു, ഫീസ് മാത്രമാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. MSc ഒക്കെ കഴിഞ്ഞതാണ്, BEd MSc ഒക്കെ ചെയ്തതാണ്. ഒരു അധ്യാപകനാവാനായിട്ടായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. എന്നാൽ സിജോ കുറച്ച് ബിസിനസ്സും മീഡിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയുണ്ടായി. എന്നാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നോറയുടെ പേരൻസ് എന്ന് പറയുമ്പോൾ വളരെ യാഥാസ്ഥികരായിട്ടുള്ള ആളുകളാണ്. നോറയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം മക്കളെ കുറിച്ചിട്ട് അവരുടെ സ്വപ്നങ്ങൾ എന്താണ്? നന്നായിട്ട് പഠിക്കുക, എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു പഠനത്തിൽ നിന്ന് വഴി മാറിപ്പോയി സോഷ്യൽ മീഡിയയിലേക്ക് പോയതിൻ്റെ ഒരു പരാതി അച്ഛനുണ്ട്. ഇപ്പം നോറയ്ക്ക് ഇൻട്രസ്റ്റ് ഇതാണെന്ന് നോറ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെയുണ്ട്. നോറ അത് പറഞ്ഞിട്ട് പിന്നീട് കരയുന്നുണ്ട്. ശരിക്കും എനിക്ക് ആ ഒരു അച്ഛൻ്റെ ഭാഗത്ത് അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. എന്ത് സ്നേഹത്തോടെയാണ് നോറയോട് പറയുന്നത്, എടാ അച്ഛൻ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ, ഇപ്പം ഞാൻ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്തത് അങ്ങനെയൊന്നും അല്ല. അപ്പം അച്ഛൻ ഉദ്ദേശിക്കുന്ന അച്ഛനെ പറ്റിച്ചു, അല്ലെങ്കിൽ അച്ഛനോടത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നോറ ഇവിടെ വന്ന് പറഞ്ഞ പിക്ചറല്ല നോറയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അവർ പറയുന്ന വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, ക്രിയേറ്റേഴ്സിന് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. 5 വർഷമൊക്കെ കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരും, വേറെ സ്റ്റൈല് വരും, അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസും നമ്മളുടെ സൗണ്ടും ഒക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ സൗണ്ടും ഫേസും ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും മാറും. എന്തൊക്കെ പറഞ്ഞാലും യുവാക്കളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് TV-യിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ഇപ്പം വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളൊന്നുമല്ല, അവരൊക്കെ വലിയ പ്രായമൊന്നും ആയില്ല. എന്നാലും അവരുടെയൊക്കെ ആ ഒരു പ്രഭ അങ്ങോട്ട് മാറി, അവരൊക്കെ വേറെ ഒരു രീതിയിലേക്കൊക്കെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ മങ്ങാത്ത ഏതെങ്കിലും ഒരു സ്കില്ല് കൊണ്ടുമൊക്കെ എപ്പോഴും സൈഡിൽ ഒരു ബാക്കപ്പ് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റാണ്. അങ്ങനെ ഹൗസിൽ നിന്നിട്ട് ഫാമിലിയൊക്കെ പോവുകയാണ്. പിന്നീട് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ശ്രീതുവും അർജുനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ശ്രീതു എന്താണ് ചോദിക്കുന്നത്, ജാസ്മിനുമായിട്ട് കോംബോ ഉണ്ടാക്കുന്നുണ്ട് എന്നോ? ഏതായാലും കഴിഞ്ഞ ദിവസം തൊട്ട് അർജുന് വലിയ സംശയമാണ് ശ്രീതുവിന്. അമ്മ പറഞ്ഞതിൽ നിന്നിട്ടൊക്കെ എന്തോ ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ് അർജുനോട് പെരുമാറുന്നത്. അർജുനത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ജാസ്മിനായിട്ട് കോംബോ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ശ്രീതു പറയുന്നു. പുറത്ത് ഞാൻ കേട്ടത് ജാസ്മിൻ അർജുനായിട്ട് കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും എല്ലാം കൊള്ളാം. ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് പറയാനാണ്? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതിനുശേഷം ഒരു ഗെയിമാണ്.
ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന ഗെയിമാണ്. കണക്കിൻ്റെ കളിയാണത്. ഈ സീരീസ് ഓഫ് നമ്പേഴ്സ് ഓർത്ത് വെക്കണം. ടീമിൻ്റെ ഒരു പവറാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒത്തു ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് വിജയിക്കാൻ പറ്റും. കുറേ അധികം നമ്പേഴ്സ് കണ്ടപ്പോഴത്തേനെ എനിക്കാണെങ്കിൽ തീരെ പറ്റത്തില്ല ഈ കണക്കും പരിപാടി. അതുകൊണ്ട് എൻ്റെ തല ഇറങ്ങിയതുകൊണ്ട് ഞാൻ അധികം അത് കണ്ടില്ല. അപ്പോൾ കണക്കിൻ്റെ കളിയുടെ ടീമിൽ ജയിച്ച ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ടീം നെസ്റ്റ് ആൻഡ് ടണലാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. 30 നമ്പറുകൾ പറഞ്ഞാണ് അവർ ഫസ്റ്റ് അടിച്ചത്. പീപ്പിൾ ടീം സെക്കൻഡ് അടിച്ചിരിക്കുന്നു. ഡെന്നിന് 1 പോയിന്റ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോയിന്റ് നില കാര്യങ്ങളൊക്കെ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഞാൻ ലാലേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 എണ്ണത്തിനെ ഒന്നിച്ചങ്ങോട്ട് എവിക്റ്റ് ചെയ്യാൻ വരുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും നാളെ ജാഫർ ഖാൻ വരുന്ന എപ്പിസോഡാണ്, ലൈവാണ്. ആർക്കും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും കുത്തിയിരുന്ന് കാണുന്ന ലൈവായിരിക്കും നാളത്തെ ലൈവ്. അതാണല്ലോ ഇവിടുത്തെ റിയാലിറ്റി. ആർക്കും ഇഷ്ടമില്ല, കണ്ട പൊളിയും. പക്ഷെ ഭയങ്കര ലൈവ് വ്യൂസ് ആയിരിക്കും ഇതിന്. ആർക്കും ഇഷ്ടമില്ല. ജാസ്മിനെ കുറിച്ചിട്ട് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എന്നാൽ ജാസ്മിൻ്റെ തമ്പനയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ അവസ്ഥയാണെന്ന്. ഇതൊക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. ഏതായാലും എൻ്റെ വളരെ നിലവാരമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.